വനം വകുപ്പ് മേധാവിക്ക് മനുഷ്യാവകാശ കമ്മീഷന്റെ വിമർശനം. ജനവാസ മേഖലയിലെ വന്യജീവി പ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ച് സമർപ്പിച്ച റിപ്പോർട്ട് അപൂർണം. ഹെഡ് ഓഫ് ഫോറസ്റ്റ് ഫോഴ്സിന് പകരം മൂന്നാർ DFO നേരിട്ട് ഹാജരായി സമർപ്പിച്ച റിപ്പോർട്ടിൽ കമ്മീഷൻ ആവശ്യപ്പെട്ട വിശദീകരണങ്ങൾ ഇല്ല എന്നും ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് പറഞ്ഞു. AV ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ജയശങ്കർ, എന്തൊക്കെ കാര്യങ്ങളാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്? വിമർശനം എങ്ങനെയാണ്? അതായത് ജനവാസ മേഖലയിലെ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കാൻ വനം മേധാവിക്ക് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഈ മൂന്നാർ DFO ആണ് മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് നൽകിയത്. ഈ റിപ്പോർട്ടിലെ വിവരങ്ങൾ സമ്പൂർണ്ണമല്ല, അപൂർണമാണ്. ഇതിൽ കൃത്യമായ വിവരങ്ങളില്ല എന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഈ വനം മേധാവിയോട് ആവശ്യപ്പെട്ട റിപ്പോർട്ട് മൂന്നാർ DFO നൽകിയത് അംഗീകരിക്കാനാകില്ല. 10 ദിവസത്തിനകം തന്നെ വനം മേധാവി നേരിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കണമെന്നൊരു നിർദ്ദേശമാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള കമ്മീഷന്റെ ഉത്തരവ് ഗൌരവമായി എടുക്കണം. ഇത് ഗൌരവമായി എടുക്കാത്ത നടപടികൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല. എന്തായാലും ഈ കാര്യത്തിൽ വിശദമായ ഒരു റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിലവിൽ മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ ജില്ലാ കളക്ടർ ഒരു പ്രത്യേക റിപ്പോർട്ട് 2 ആഴ്ചയ്ക്കുള്ളിൽ നൽകണമെന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എറണാകുളം ജില്ലയിലെ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ റിപ്പോർട്ട്. കാരണം എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി വന്യജീവി ആക്രമണവും അതുമായി ബന്ധപ്പെട്ട മരണങ്ങളും വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. ജില്ലയുടെ മലയോര മേഖലയിലാണ് ഇത്തരം പ്രശ്നങ്ങൾ, ഈ ഇടുക്കിയുമായി മറ്റും അതിർത്തി പങ്കിടുന്ന മേഖലയിലാണ് ഇത്തരം പ്രശ്നങ്ങൾ രൂക്ഷമായിട്ടുള്ളത്. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് കമ്മീഷൻ എറണാകുളത്ത് വെച്ചാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകുകയും ചെയ്തത്. എന്തായാലും ഈ കാര്യത്തിൽ വിശദമായ റിപ്പോർട്ട് വനം മേധാവി നേരിട്ട് നൽകണമെന്നാണ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. ഈ മൂന്നാർ DFO നൽകിയ റിപ്പോർട്ട് അത് അപൂർണമാണ്, അംഗീകരിക്കാൻ സാധിക്കില്ല. ഈ കമ്മീഷൻ ഉത്തരവ് പാലിക്കാത്തത് കർശനമായ തുടർ നടപടികൾക്ക്, ഇത്തരം കാര്യങ്ങൾക്ക് നീങ്ങുമെന്നും കമ്മീഷൻ വ്യക്തമാക്കുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് 10 ദിവസത്തിനകം വനം മേധാവി റിപ്പോർട്ട് സമർപ്പിക്കണം. ജില്ലാ കളക്ടറും പ്രത്യേകമായ റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് നൽകണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ശരി, AV ജയശങ്കറാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.